ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ മോർണിംഗ് എന്നതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ എൻ്റെ ഫേസിലൊരു വെള്ളവും കാര്യങ്ങളൊക്കെ, നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടെന്നല്ലേ. അപ്പം ഞാനിതാ മോർണിംഗ് ഇതാ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഇതാ ടയേർഡായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് നമ്മുടെ ഡേ ഇൻ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതാ വർക്കൗട്ടൊക്കെ ഏകദേശം കഴിഞ്ഞ്, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് വർക്കൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ടൈമായി നല്ല രീതിയിൽ ഇതാ ടയേർഡായി ഒരു വിധമായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി കുറച്ച് വർക്കൗട്ട് കൂടി ചെയ്യണം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മളെ വർക്കൗട്ട് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ നട്ട്സിൻ്റെ ബോക്സാണ് കേട്ടോ ആദ്യം തന്നെ തുറക്കാറ്. കാരണം എനിക്ക് ഡയറ്റിങ്ങിന് വേണ്ടിയിട്ടില്ല കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുക്കും. പിന്നെ നമ്മുടെ മീൻകുട്ടപ്പൻ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്, ഇവൻ്റെ കൂടെ ഉള്ള ആൾ ചത്തുപോയിട്ടോ. അപ്പോൾ ഇൻഷാല്ല ഇനി ഒരാളുകൂടി വാങ്ങി അവന് പെയറാക്കി കൊടുക്കണം. അപ്പോൾ നട്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഞാനിങ്ങനെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് കാലിക്കറ്റ് പോകുമ്പോൾ വാങ്ങിക്കുമ്പോൾ. അപ്പം നമ്മൾ മോർണിംഗ് എന്നതാ ഉമ്മ ഇവിടെ പത്തിരി ചുടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി നമ്മൾ ഇന്നലെ എന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം രാത്രിക്കേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് രാവിലേക്ക് തന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഇട്ട്, അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട് ആദ്യം ഞാൻ അലക്കായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിയതിന് ശേഷം ഇതിൽ തന്നെ ആയിട്ടോ. കാരണം അതായിരുന്നു ഞാൻ കുറേ കാലം ആദ്യം ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ കേടായപ്പോൾ വാങ്ങാതെ നിന്നിരുന്നത്. വാങ്ങിയൊക്കെ ഇപ്പോൾ അത് ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാനൊക്കെ ഡയറ്റിംഗ് ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ലെവലിൽ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർണിംഗ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ, അതും ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ റോബസ്റ്റ് പഴം, അതും ആപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് ഏതാണ് ഫ്രൂട്ട്സില്ല അത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആപ്പിളും അതുപോലെ തന്നെ നമ്മൾ റോബസ്റ്റ് പോയത് കുഞ്ഞു പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നല്ലേ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മ അവിടെ പത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹസ്മോന് വേണ്ടിയിട്ടൊരു ചോറ് ഒരു ഭാഗത്താകുന്നുണ്ട്. പിന്നെ അവന് ഒരുപാട് കറിയൊന്നും കൊണ്ടുപോകില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ ചമ്മന്തിയും കോഴിമുട്ട പൊരിച്ചൊക്കെയാണ് കൊടുക്കുന്നത് ഇന്ന് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല വറുത്തരച്ചിട്ടോ തേങ്ങ അരച്ചിട്ടോ ഇന്നലെ നൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും പത്തിരിയാണ്, നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതാണ് കേട്ടോ അവരെല്ലാവരും രാവിലെ കഴിക്കാൻ പോകുന്നത്. ഞാൻ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മുടെ ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുതിർത്തിട്ടില്ല, ഡയറക്റ്റ് നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിയാ സീഡൊക്കെ വെയിറ്റ് ലോസിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഒരു സംഭവം. പിന്നെ ഉമ്മ ഹസുട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹസുട്ടിക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. അങ്ങനെ തിരുമ്പിയുള്ള ചമ്മന്തിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ്. പക്ഷേ ഇതല്ല കേട്ടോ, റെഡ് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്നലെ ഹസുട്ടിക്ക് അതായിരുന്നു. പക്ഷെ ഇന്ന് ഹസുട്ടിക്ക് ഉമ്മ ഉണ്ടാക്കി കൊടുക്കും കുരുമുളക് പൊടി ഉപ്പും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ഞൊവിണ്ടി കൊടുക്കുക കേട്ടോ. ഈ ഒരു സംഭവം നല്ല ടേസ്റ്റാണ്. എനിക്ക് ചെറുതായത് മുതൽ ഇപ്പോഴും ഞാൻ ആ ഒരു ചമ്മന്തി കഴിക്കട്ടെ. എനിക്ക് മറ്റേ നമ്മൾ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാട്ടോ. അപ്പം ഉമ്മ ഹസുട്ടിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി പിന്നെ നമ്മുടെ പാലും ചിയാ സീഡും ഒന്ന് സെറ്റായിട്ടുണ്ട്, ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓട്സ് നിങ്ങളെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിയാ സീഡും നമ്മൾ ഓട്സൊക്കെ ഏകദേശം വെന്ത് ഇങ്ങനെ കുട്ടപ്പനായിരിക്കുന്നുണ്ട്. സംഭവം നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പഞ്ചസാര ഇടുന്നവർക്ക് ഇടാം, പക്ഷേ ഇടാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. ഒരുപാട് പാലൊന്നും എടുത്തിട്ടില്ല, പാലിലേക്ക് കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ടാണ്. പിന്നെ ഹസുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് ഇവിടെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മോർണിംഗിന് അവന് ചോറ് വെക്കുന്ന ടൈമിൽ നമുക്കും ഉള്ള ചോറൊക്കെ റെഡി ആവും കേട്ടോ. പിന്നെ കറി ഉപ്പേരി ഐറ്റംസൊക്കെയാണ് പിന്നെ നമ്മൾ അതിലേക്ക് നോക്കാറ്. അപ്പോൾ അതും അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഓട്സ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോർണിംഗ് ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ എൻ്റെ കട്ട് പീസൊക്കെ ഇട്ടാണ് നമ്മുടെ ആപ്പിളും അതുപോലെ തന്നെ നമ്മുടെ റോബസ്റ്റ് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ലായിരുന്നോ, അത് കുറച്ച് മുന്നേ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ജസ്റ്റ് ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച കളർ മാറുന്നതെന്ന് എനിക്കറിയാലോ. പിന്നെ ഉപ്പ രാവിലെ തന്നെ
ഉണ്ടാക്കി വെക്കുന്ന ഒരു വെള്ളമാണ്. ഉലുവയും അങ്ങനെ കരിഞ്ചീരൊക്കെ വെച്ച് തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡാർക്ക് മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. മോർണിംഗ് നിങ്ങൾക്ക് ആ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റാണ് കേട്ടോ. പക്ഷെ അത് ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടിയായിട്ട് ഞാൻ എൻ്റെ മോർണിംഗ് സംഭവം ഞാൻ കഴിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ സാധാരണ ഹസുട്ടിൻ്റെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കൽ. പക്ഷേ ഇപ്പം വർക്കൗട്ടിന് വേണ്ടി എണീക്കലും എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വിശപ്പുണ്ടെന്ന് പറയാം. അപ്പോൾ അവിടെ കൊച്ചു ടി വിൻ്റെ മുന്നിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ വയറ് ഫുള്ളാക്കിയിട്ടോ. ഇനി ഹസുട്ടിനെ സ്കൂളിൽ കൊണ്ടുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ മോർണിംഗ് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് ഇതാക്കലാണ്. രാവിലെ ഉമ്മ എണീറ്റിട്ട് ചായ വെക്കും. അതുപോലെ തന്നെ ഉമ്മ കടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പം കറികൾ അരിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ കറികൾ സഹായിച്ചു കൊടുക്കും. ചിലപ്പം ഞാൻ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇവിടെ കുറേ ആളില്ല. ഞാനും ഉമ്മയും ഉപ്പയും ഇക്കും ഹസുട്ടിയേ ഉള്ളൂ. അങ്ങനെ ചെറിയ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരാൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഴിയണത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ വേഗം കഴിയട്ടോ. പക്ഷെ ഉമ്മ ആയാലും ഞാനായാലും എടുക്കേണ്ട പണി ചടപടേന്ന് എടുത്തിട്ട് ബാക്കി ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. ശരിക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് കുറേ ടൈം ഉണ്ടാവും. ഞാനെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം, അത് അവിടെ കഴിഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോകുള്ളൂ. എന്നാലേ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ടൈം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളും ജോബൊക്കെ ചെയ്യാൻ കേട്ടോ. എനിക്ക് പുറത്ത് പോകലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അസുട്ടിക്ക് ഇന്ന് എന്താ അറിയില്ല, ചെറുതായിട്ട് പോകാനൊരു കുഞ്ഞു മടിയുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ സെറ്റാക്കി കൊടുക്കുകയായിരുന്നു. പിന്നെ ആൾക്ക് ചെറുതായിട്ട് ചുമയുണ്ട്. ഇന്നലെ വൈകിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ട് നല്ലൊരു ചുമയുണ്ട്. അപ്പോൾ ഞാൻ അവന് ടാബ്ലറ്റ് കൊടുക്കുകയാണ്. ഒക്കെ അതവിടെ സ്റ്റോക്കാണ്. കാരണം അവന് ഇടയ്ക്ക് അലർജീൻ്റെ അസുഖമുള്ളതുകൊണ്ട് ചുമയും പനിയൊക്കെ അങ്ങനെ വരും. അപ്പോൾ അതൊക്കെ ഞാനൊരു ബോട്ടിലാക്കി സെറ്റ് ചെയ്ത് വെക്കണതാണ്. കാരണം അസുഖം വരുമ്പോൾ അപ്പം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉണ്ടാകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകും. ഇപ്പോൾ ഈ അടുത്ത് ഡോക്ടറെയൊക്കെ കാണിച്ച് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പം തന്നെ ഡോക്ടറെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ എഴുതി തന്ന മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു മോർണിംഗ് ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹസുട്ടിനെ സ്കൂളിലേക്ക് ചടപടേന്ന് കൊണ്ടാക്കണ്ടേ. മുറിയോ മുറി ഒട്ടിക്കണോ? അപ്പം ഹസുട്ടിക്ക് ഇതാ ചെറുതായിട്ട് മുറി പറ്റീന. അപ്പം അവന് ഇത് ഒട്ടിക്കാൻ പറഞ്ഞേ. അപ്പം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അസുട്ടിക്ക് ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് എനിക്ക് കാൽമേൽ. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റർ ഒട്ടിക്കാനെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിത് ഒട്ടിക്കുകയായിരുന്നു കേട്ടോ. കാരണം കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും അവൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒട്ടിച്ചൊന്ന് സെറ്റാക്കിയിട്ട് ക്ലാസ്സിൽ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയാണ് ചിലപ്പം ചെറിയ വാശിക്ക് സ്കൂളിൽ പോകാൻ മടിയൊക്കെ കാട്ടും. അപ്പോൾ എന്തായാലും അവനെ ഞാൻ ഈ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്തേക്ക് വരില്ല, കുറച്ച് താഴോട്ട് നമ്മൾ അവനെ കൊണ്ടാക്കണം. അവിടെയാണ് സ്കൂൾ ബസ് വരിക കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മി വൈകുന്നേരം കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വരില്ലാന്ന് പറഞ്ഞ് സോപ്പ് ഇടുന്ന കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. കാരണം അവന് ചില ദിവസം അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരാൻ വരണം എന്നാണ്. കാരണം അവൻ്റെ സ്കൂൾക്ക് അത്യാവശ്യം റണ്ണിങ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി അടുത്താണ് അവൻ പഠിക്കുന്നത്. ഇവിടുന്ന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ റണ്ണിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിന്ന് കുറേ പരിപാടികളുണ്ട്. ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം, അല്ല ടെസ്റ്റ് ചെയ്യാൻ പോകണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാസുട്ടിനെ ഒന്ന് സോപ്പിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കത് അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. അല്ല അത്തറൊക്കെ തേച്ച് സുന്ദരനാവുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോളൊക്കെ ചെപ്പിടാ ഓനെ ഇടുമല്ലോ. മമ്മ മാല ഇട്ടെടുത്താണ്. അവൻ്റെ മാല ഇപ്പൊക്കെ ഇട്ട് പോവാണേ. കുക്കേ നിങ്ങൾ പോകാനുണ്ടോ ചോദിക്കാം അമ്മമാരോട്? ഞങ്ങൾക്ക് ബുദ്ധിയോടാണ് കുഞ്ഞോ വേണ്ടല്ലോ. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകട്ടോ. അപ്പോൾ ദാസുട്ടിൻ്റെ ബസ് വരാൻ വേണ്ടിയിട്ട് താഴെയുള്ള ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് ബസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു മോർണിംഗ് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസായിട്ട് വരാം. നമ്മൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ചെറുതായിട്ടൊന്ന് ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ് വന്നു, അവനാക്കി കൊടുത്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബൈ.